എല്ലാവർക്കും നമസ്കാരം. ജൂൺ 21 ലോക സംഗീത ദിനം. അനാദികാലം മുതൽ സംഗീതവുമായുള്ള മനുഷ്യബന്ധം അനന്യമാണ്. ആവട്ടെ, പ്രകൃതിയുടെ സംഗീതമാവട്ടെ, ചിട്ടവട്ടങ്ങളിലൂടെയുള്ള സംഗീതമാവട്ടെ, നമ്മെ ഭൂമിയുടെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ ഹൃദയഭാരങ്ങളെ തൊട്ടുണർത്തുന്ന സംഗീതത്തെ ആരാണ് സ്നേഹിക്കാത്തത്? ശ്രുതിയമ്മ ലയമച്ചൻ മകളുടെ പേരു സംഗീതം. അതെ, ശ്രുതിമാത ലയ, ഇതാണ് ഭാരതീയ സംഗീതത്തിന് ആധാരം. പനങ്ങാട് VHSS മ്യൂസിക് ഡേ പ്രോഗ്രാമിലേക്ക് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ പ്രശസ്ത കവി, ഗാനരചയിതാവ് എന്നിങ്ങനെ പല മേഖലയിലും കഴിവ് തെളിയിച്ച അതുല്യ പ്രതിഭ ശ്രീ രമേശൻ നായർ സാറിന്റെ ആത്മാവിന് മുന്നിൽ അശ്വപൂജ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ആദിയന്തമിന്നേ ജഗത്തിലൊക്കെ മേവിടും നീതിയാർന്ന ദൈവമേ, നിനക്കു കൈതൊഴുന്നു ഞാൻ. എണ്ണമറ്റ വല്ലവീശ്വരാചരങ്ങളൊക്കെയും നിന്നിൽ നിന്നും വന്നു നിന്നിൽ നിന്നടങ്ങിടുന്നതും നോക്കിയാലൊടുങ്ങിടാത്ത നേരിലുള്ള വാനിലും ചിറകടിച്ചുയർന്നിടും കടലിടും നിത്യവും പകലും പിന്നെ അന്നലെന്ന രാത്രിയും വ്യക്തമായി പകുത്തു തന്ന സത്യമായതും ഭവാൻ. ആദിയന്തമിന്നിയെ ജഗത്തിലൊക്കെ മേവിടും നീതിയാർന്ന ദൈവമേ, നിനക്കു കൈതൊഴുന്നു ഞാൻ. സംഗീത ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഇന്നത്തെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീമതി പ്രസന്നകുമാരി ടീച്ചറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു ദിനം എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ലക്ഷ്മി ടീച്ചറിന് അഭിനന്ദനങ്ങൾ. 100 വർഷം പഴക്കമുള്ള നമ്മുടെ വിദ്യാലയത്തില് ഇങ്ങനെ ഒരു പരിപാടി നമ്മള് വളരെ ഭംഗിയായി തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംഗീതം മനസ്സിന് ശാന്തിയും സന്തോഷവും പകരുന്ന ഒന്നാണ്. സംഗീത ദിനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന, ഈ ദിനം ധന്യമാക്കുവാൻ എത്തിയ പ്രശസ്തനായ സംഗീത സംവിധായകൻ ശ്രീ ബിജിപാലിന് സ്കൂളിന്റെ പേരിലുള്ള ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സംഗീത ദിനത്തിന്റെ ആശംസകൾ നേരുവാൻ എത്തിച്ചേർന്ന പ്രശസ്ത പിന്നണി ഗായകനായ ശ്രീ നിഷാദിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സംഗീത ദിന ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്ന പനങ്ങാട് VHSന്റെ PTA പ്രസിഡന്റ് ശ്രീ TR ഷാജി അവർകളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ എത്തിയ സ്കൂളിന്റെ അക്കാഡമിക് കോർഡിനേറ്റർ ഉഷ ഷേണായ ടീച്ചറിനും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടീച്ചറിന് നന്ദി. ഇന്നിവിടെ ഈ സംഗീത ദിനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ബിജിപാൽ സാറാണ്. ശ്രീ ലാൽ ജോസ് സംവിധാനം ചെയ്ത അറബിക്കഥ എന്ന ചിത്രത്തിലൂടെ സിനിമാ സംഗീത സംവിധാനത്തിലേക്ക് കടന്നുവന്ന ശ്രീ ബിജിപാൽ പിന്നീട് സിനിമാ സംഗീത ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ആ ചിത്രത്തിലെ തിരികെ ഞാൻ വരുമെന്ന ഗാനം
എക്കാലത്തെയും ഒരു ഹിറ്റ് പ്രവാസി ഗാനമാണ്. നിരവധി തവണ സംസ്ഥാന അവാർഡുകൾ നേടിയെടുത്ത അദ്ദേഹത്തിന് കളിയച്ഛൻ എന്ന ചിത്രത്തിലൂടെ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കുവാൻ സാധിച്ചു. സംഗീതത്തെ ഉപാസിച്ചുകൊണ്ട് സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം പിന്നണി ഗായകൻ എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഏറെ പ്രശംസനീയമായ രീതിയിൽ സംഗീത ലോകത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശ്രീ ബിജിപാൽ സാറിനെ പനങ്ങാട് VHSS മ്യൂസിക് ഡേ ഉദ്ഘാടനത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. പനങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ, മറ്റധ്യാപകരെ, ശ്രീമതി ലക്ഷ്മി, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഗസ്റ്റ് പ്രിയ ഗായകൻ നിഷാദ്, എല്ലാവർക്കും നമസ്കാരം. സംഗീത ദിനം എന്നുള്ള, എല്ലാത്തിനും ഓരോ ദിനം എന്നുള്ള രീതിയിൽ സംഗീതത്തിനും ഒരു ദിനം എന്നുള്ളത് ഒരേ സമയം സന്തോഷമുണ്ടാക്കുന്നതും മറ്റൊരു ചിന്തയിൽ ഒരുപക്ഷെ ഒരു ഈരടിയെങ്കിലും ഒരു ദിവസം കേൾക്കാത്ത മനുഷ്യര് ഉണ്ടാവില്ല, കുറവായിരിക്കും അല്ലേ? അപ്പൊ എല്ലാ ദിവസവും സംഗീത ദിനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു 365 ദിവസവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ചുരുക്കം ചില കാര്യങ്ങളിൽ ഒന്നായിരിക്കും സംഗീതം, അല്ലെങ്കിൽ ആസ്വാദനമോ ഒരു മൂളിപ്പാട്ട് പാടലോ എന്തുമാകട്ടെ, അത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും മനുഷ്യന്റെ ജീവിതത്തിൽ. അപ്പോ പക്ഷെ എല്ലാത്തിനും ഒരു സ്നേഹനിർഭരമായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ എന്ന രീതിയിൽ നമ്മളെ ലോകം ഓരോന്നിനും, പിതൃദിനമായിരുന്നു ഇന്നലെ അല്ലെ, അതിന് മുമ്പ് മാതൃദിനം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിനം, പ്രണയത്തിനൊരു ദിനം, ശിശുദിനം, എല്ലാത്തിനും ദിനങ്ങളുണ്ട്, സമാധാനത്തിനൊരു ദിനം. അപ്പോ അങ്ങനെ സംഗീതത്തിനും ഒരു ദിനം, ഒരുപക്ഷെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്ന്. ശിശുർവേത്തി പശുർവേത്തി വേത്തി ഗാനരസം ഫണി എന്നാണ്. അതായത് ശിശുവിനും പക്ഷിമൃഗാദികൾക്കും പാമ്പുകൾക്കും പോലും സംഗീതം ഒഴിച്ചു ആസ്വദിക്കാൻ പറ്റും എന്നാണ് സാമവേദം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരുപക്ഷെ സകല ജീവജാലങ്ങൾക്കും, ഇപ്പോ മോഡേൺ സയൻസ് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ, വൃക്ഷലതാദികളെ സംഗീതം കേൾപ്പിച്ചാൽ അത് പൂക്കുകയും കായ്ക്കുകയും എളുപ്പം കായ്ക്കുകയും ചെയ്യും. പശുക്കളെ മ്യൂസിക് കേൾപ്പിച്ചാൽ ഒരുപാട് കൂടുതൽ പാൽ ചുരത്തുമെന്നും ഒക്കെ പഠനങ്ങളുണ്ട്, പുതിയ പഠനങ്ങൾ. അപ്പൊ സംഗീതം ഏറ്റവും മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്ന മീഡിയമാണ്. സംഗീതം നമ്മളുടെ മനസ്സിനെ ചിന്തയും അടുക്കും ചിട്ടയും ഉള്ളതാക്കുന്നു. അതൊരു ആത്മീയ അനുഭൂതിയാണ്. ഇപ്പൊ ഡീഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ വിൻഡോസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഡീഫ്രാഗ്മെന്റ് ചെയ്യുക, ഫ്രാഗ്മെന്റഡ് ആയി കിടക്കുന്ന കോശങ്ങളെ ഡീഫ്രാഗ്മെന്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട് കമ്പ്യൂട്ടറിൽ. അതുപോലെയാണ് ശരിക്കും സംഗീതം. ഏറ്റവും അലട്ടപ്പെടുന്ന മനസ്സിനെയും ഒരു അരമണിക്കൂർ സംഗീതമോ പാട്ടോ കേട്ട് കഴിഞ്ഞാൽ അതിന് വളരെ ഒരു ഡീഫ്രാഗ്മെന്റേഷൻ സംഭവിക്കുന്നു നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും. അപ്പോ കൂടുതൽ പാട്ട്, അത് ഭാരതീയ സംഗീതത്തോടൊപ്പം തന്നെ ലോക സംഗീതവും കേൾക്കുക. അങ്ങിങ്ങായി ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന മ്യൂസിക്കിനാണ്. നമ്മളുടെ വിരൽ തുമ്പിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോകത്തുള്ള ഏത് കോണിലുള്ള സംഗീതവും നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോ അത്തരം സംഗീതങ്ങൾ കേൾക്കുക, ആസ്വദിക്കുക, പാടാൻ പറ്റുന്നവർ പാടുക. കാരണം പാടുന്നത് പോലെ തന്നെ ശ്രേഷ്ഠമാണ് ആസ്വദിക്കുന്നതും. പാടുന്നത് പോലെ തന്നെ അത്ര തന്നെ ശ്രേഷ്ഠവും ഉദാത്തവുമായിട്ടുള്ളൊരു കലയാണ് ആസ്വാദനം. ഒരുപക്ഷെ പാട്ടുകാരേക്കാൾ കൂടുതൽ ഞാൻ വിലമതിക്കുന്നത് പാട്ട് ആസ്വദിക്കുന്ന ആളുകളെയാണ്. അപ്പോൾ പാട്ട് കേൾക്കുക, മനസ്സിന് ശുദ്ധിയും സമാധാനവും ഏകാഗ്രതയും കൊണ്ടുവരിക. പഠനത്തിലൊക്കെ ഒരുപാട് സഹായിക്കുമെന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ഏകാഗ്രത രഹിതമായിട്ടുള്ള പഠന പ്രക്രിയയിൽ ഒരുപക്ഷെ ഒരു ഇടവേളെടുത്ത് ഒരു അരമണിക്കൂർ സംഗീതം ആസ്വദിച്ചാൽ
വീണ്ടെടുക്കാവുന്ന ഏകാഗ്രതയാണ്. പഠനത്തിലും നമുക്കത് നേടിക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും പാട്ട് ആശംസകൾ, സംഗീതാശംസകൾ. എല്ലാവരും കൂടുതൽ പാട്ട് കേട്ട് കൂടുതൽ സഹൃദയരായിട്ടുള്ള, കൂടുതൽ സമാധാനപ്രിയരായിട്ടുള്ള, കൂടുതൽ സ്നേഹമയമായ ഒരു ലോകം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പനങ്ങാടിനും ലക്ഷ്മിക്കും മറ്റ് അധ്യാപകർക്കും എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈയൊരു ദിനാഘോഷത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശ്രീ ബിജിപാൽ സാറിന് 1000 നന്ദി. 2001 ഗന്ധർവ സംഗീതം എന്ന റിയാലിറ്റി ഷോയിലൂടെ സംഗീത ലോകത്തേക്ക് പ്രവേശിച്ച ശ്രീ നിഷാദ് പ്രശസ്ത സംവിധായകൻ ശ്രീ രാജസേനന്റെ സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്ത് ചുവടുറപ്പിച്ചു. പിന്നീട് നിരവധി പ്രമുഖരായ സംഗീത സംവിധായകരുടെ ഗാനങ്ങൾക്ക് ശബ്ദം പകർന്നു. തിരക്കഥ എന്ന ചിത്രത്തിലെ പാലപ്പൂവിതളിൽ എന്നു തുടങ്ങുന്ന ഗാനം, അതുപോലെ നോട്ടം എന്ന സിനിമയിലെ മയങ്ങിപ്പോയി എന്നു തുടങ്ങുന്ന ഗാനവും അവയിൽ ചിലതു മാത്രം. ഹിന്ദുസ്ഥാനി, കർണാട്ടിക് മേഖലകളിൽ കഴിവു തെളിയിച്ച അദ്ദേഹം മലയാളികൾക്ക് ഓർത്തിരിക്കാൻ ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ചു. ഈ സംഗീത ദിനത്തിൽ ആശംസ അർപ്പിക്കുന്നതിനായി ശ്രീ കെ നിഷാദ് അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും നമസ്കാരം. പനങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക, മറ്റ് അധ്യാപികമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ആദ്യമായി ഈ സംഗീത ദിനത്തിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. സംഗീത ദിനം ഒരു സ്നേഹദിനമായിട്ട് ആശംസിക്കുകയാണ് ഞാൻ. സംഗീതം എപ്പോഴും സ്നേഹം വളർത്താൻ അല്ലെങ്കിൽ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കാൻ ഉപയോഗിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എപ്പോഴും. എവിടെ സംഗീതമുണ്ടോ അവിടെ നല്ല സ്നേഹം ഉണ്ടാവട്ടെ. എന്തായാലും ഈ ഒരു ദിനത്തിൽ എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ലക്ഷ്മി മാഡത്തിന് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. ഈ പനങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്കും ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ ഈ സംഗീത ദിനത്തിൽ എനിക്ക് സംസാരത്തെക്കാൾ കൂടുതൽ ഒരു പാട്ടിലൂടെ ഞാനത് എന്റെ സ്നേഹം അറിയിക്കുന്നു. സംഗീതത്തെ കുറിച്ചുള്ള ഒരു പാട്ട് തന്നെ ആവാം. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ, ആദിമ ചൈതന്യ നാട്ടിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ രചനാ ചതുരൻ ചതുർമുഖനുണർന്നു. രചനാ ചതുരൻ ചതുർമുഖനുണർന്നു, സർഗം തുടർന്നു, കലയിലൊരു സ്വർഗം വിടർന്നു, മധുരമധു ഇതില സുമനളിനധര കഥനഹര മുതുലതര ഹൃദയ സദനലതികയണിഞ്ഞ സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരും സ്കൂളിലേക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരവസ്ഥ ഉടൻ തന്നെ
ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ സംഗീതത്തിന് ആശംസകൾ. താങ്ക് യു സോ മച്ച്. മനോഹരമായ ഒരു ഗാനമാലപിച്ച് ഞങ്ങളെ എല്ലാം സന്തോഷത്തിൽ ആറാടിച്ച ഞങ്ങളുടെ ഇന്നത്തെ ഈ ദിനം ധന്യമാക്കി തീർത്ത ശ്രീ നിഷാദിന് 1000 നന്ദികൾ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. നമ്മുടെ വിദ്യാലയത്തിലെ ഏതൊരു പ്രവർത്തനങ്ങളിലും ചടങ്ങുകളിലും ആദ്യാവസാനം പങ്കെടുത്ത് എല്ലാ പരിപാടികളും വിജയമാക്കി തീർക്കുന്നതിന് നമ്മോടൊപ്പം നിൽക്കുന്ന നല്ലൊരു PTA പ്രസിഡന്റാണ് നമുക്കുള്ളത്. ഈ ചടങ്ങിന് ആശംസകൾ ഏകുവാൻ ആദരവോടെ ക്ഷണിക്കുന്നു PTA പ്രസിഡന്റ് ശ്രീ TR ഷാജി അവർകളെ. എത്രയും പ്രിയപ്പെട്ട നിഷ സാർ, ജിവൽ സാർ, കൂടാതെ സ്കൂളിലെ പ്രധാനാധ്യാപിക പ്രസന്നകുമാരി ടീച്ചർ, കോർഡിനേറ്റർ ഉഷ ടീച്ചർ, മറ്റധ്യാപകരെ, വിദ്യാർത്ഥികളെ, എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണിത്. പിന്നെ ബിജുവൽ സാറിന്റെ സംഗീതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ നല്ലൊരു സദസ്സിൽ എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ബിജുവൽ സാറിനും നിഷാദ് സാറിനും എന്റെ ആശംസകളെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ രണ്ടുപേരി ഒന്ന് പാടി നോക്കട്ടെ. അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രത്തില് യേശുദാസ് ചേട്ടൻ ആലപിച്ച ഒരു ഗാനത്തിന്റെ 2 വരികൾ ഞാനൊന്ന് പാടാനായിട്ട് ഒരു ആഗ്രഹം കൊണ്ട് പാടുകയാണ്. ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ 7 വർണ്ണങ്ങളും നീട്ടി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല. താങ്ക് യു. എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഞങ്ങളുടെ PTA പ്രസിഡന്റ് ശ്രീ TR ഷാജി അവർക്ക് വളരെയധികം നന്ദി. നമ്മുടെ വിദ്യാലയത്തിലെ ഏതൊരു പ്രവർത്തനങ്ങൾക്കും വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തന്ന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ അക്കാഡമിക് കോർഡിനേറ്റർ, അതുപോലെ കൗൺസിലറുമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും ബഹുമാന്യയായ ശ്രീമതി ഉഷ ഷേണായി ടീച്ചറിനെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ടീച്ചർ. ഏറ്റവും ബഹുമാന്യയായ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ പ്രസന്നകുമാരി ടീച്ചർ, ഇന്നത്തെ ദിവസം തന്നെ ധന്യമാക്കി തീർത്ത ശ്രീ ബിജിപാൽ സർ, ശ്രീ KK നിഷാദ്, ശ്രീ PTA പ്രസിഡന്റ് ശ്രീ ഷാജി അവർകൾ, ലക്ഷ്മി ടീച്ചർ, പ്രേമ ടീച്ചർ, മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യോഗാ ദിനം കഴിഞ്ഞു. ഇപ്പോ സംഗീത ദിനം നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീതം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇന്നുണ്ടാവില്ല. സംഗീതം പഠിക്കാൻ എല്ലാവർക്കും അവസരം കിട്ടി എന്ന് വരില്ല. പക്ഷെ ഇന്ന് പല മാധ്യമങ്ങളിൽ കൂടെ നാം ഇത് കുറച്ചൊക്കെ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നുണ്ട്. എത്ര പരിക്കൻ സ്വഭാവമുള്ളവർക്കാണെങ്കിലും കുറച്ചൊക്കെ സംഗീതം കേട്ടുകഴിഞ്ഞാൽ മനസ്സിനെ സമാധാനപൂർണമാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനെയാണ് ഞങ്ങൾ സൈക്കോളജിയിൽ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് കിട്ടിയ ഈ മുഹൂർത്തം, ഈ പ്രത്യേകിച്ച് ബിജിപാൽ സാറിനെ ഒന്ന് കാണുക, ഇത്രയും പ്രശസ്തനായ ഒരാളെ ഒന്ന്, സംഗീതജ്ഞനെ ഒന്ന് കാണുക, ഇല്ലെങ്കിൽ KK നിഷാദ് പ്ലേബാക്ക് സിംഗർ, രണ്ടുപേരുടെയും പാട്ടുകൾ എല്ലാ കുഞ്ഞു കുട്ടികളുടെ നാക്കിൽ പോലും എന്നും
തത്തിക്കളിക്കുന്ന വാക്കുകളാണ്. ഇതൊരു ധന്യമായ നിമിഷം തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു സംഗീത ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടീച്ചറിന്റെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി പറയുന്നു. അടുത്തതായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കലാപ്രകടനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ദക്ഷിണേന്ത്യയിൽ ഉടലെടുത്ത ശാസ്ത്രീയ സംഗീത ശാഖയാണ് കർണാടക സംഗീതം. മറ്റു ഇന്ത്യൻ ശാസ്ത്രീയ സംഗീത ശാഖകളെ പോലെ രാഗവും താളവുമാണ് കർണാടക സംഗീതത്തിന് ആധാരം. സപ്തസ്വരങ്ങളാൽ വിരചിതമായ കർണാടക സംഗീതത്തിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം കല്യാണി മഹാദേവനിലൂടെ. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ ഹൃദയഭാവങ്ങളെ തൊട്ടുണർത്തുന്നതാണ് സംഗീതം. വെസ്റ്റേൺ മ്യൂസിക്കിന്റെ മാസ്മരിക ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ക്ഷണിക്കുന്നു എഫ്രോയിൻ. Right till I can't no more. I'm gonna take my horse to Old Town Road. I'm gonna ride till I can't no more. I got the horses in the back, horse I get attacked. Had it mighty bad, I got the horses like a man. Riding on a horse, you can get your push. I've been in the rider, you and they know about that horse now. Can nobody tell me nothing? You can't tell me nothing. Can nobody tell me nothing? You can't tell me nothing. Riding on a tractor, ain't home in my bag. Cheated on my baby. You do the right, so I love this movie. We're riding and groovy. Double hat and Gucci, wrangler on my booty. Can nobody tell me nothing? You can't tell me nothing. Can nobody tell me nothing? You can't tell me nothing. I'm gonna take my horse to Old Town Road. I'm gonna ride till I can't no more. I'm gonna take my horse to Old Town Road. I'm gonna ride till I can't no more. Head down, cross down, baby, like a rockstar. Spent a lot of money on my brand new green. Let it out, I had it down, I took some crazy sports. Standing out already, on my Maserati. ശ്രുതിമധുരമായ പാട്ടിന്റെ പാലാഴിയിലേക്ക് നമ്മെ ആനയിക്കുന്നു പത്മപ്രിയ. ആ ആ ആ
ശ്രുതിമധുരിത ഗാനം പാടാം, സ്വരമുരളികയൂതാം, ആമോദമായി നൃത്യസംഗീതം, നൃത്യസംഗീതം, നൃത്യസംഗീതം. ആ ആ ആ ആ സനി സഗരി മഗരി സനി സഗരി പദമ പമദ ഗമദ പാ ഗമദ പ ഗമപ സനിദ പാ. പ്രണവമന്ത്രമുയരുന്ന സംഗീതം, സാന്ത്വനമേകുന്ന സംഗീതം, പ്രണവമന്ത്രമുയരുന്ന സംഗീതം, സാന്ത്വനമേകുന്ന സംഗീതം. അരുവികളും കിളികളും പാടുന്ന സംഗീതം, അരുവികളും കിളികളും പാടുന്ന സംഗീതം, മനസ്സിലൊരാനന്ദ സംഗീതം, മനസ്സിലൊരാനന്ദ സംഗീതം. ആ ആ ആ ആ. സംഗീതത്തെ പറ്റിയുള്ള കുറച്ചറിവുകൾ മിഥുനയുടെ വാക്കുകളിലൂടെ നമുക്ക് ശ്രവിക്കാം. ജൂൺ 21 ലോക സംഗീത ദിനം. ശ്രവണസുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മനസ്സിൽ വികാരങ്ങൾ സൃഷ്ടിച്ച് രസിപ്പിക്കുന്ന ഒരു കലയാണ് സംഗീതം. അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും സഹായത്തോടെ ആശയവിനിമയം നടത്തുന്നത് സാഹിത്യ ഭാഷയെങ്കിൽ സ്വരങ്ങളുടെ സഹായത്തോടെ ആശയപ്രകടനം നടത്തുന്നത് നാദഭാഷയാണ്. മനുഷ്യന്റെ സകല വികാരങ്ങളെയും ദുഃഖത്തെയും സംഘർഷങ്ങളെയും സംഗീതത്തിൽ കൂടി ആവിഷ്കരിക്കാൻ സാധിക്കും. ഇത് മനുഷ്യന് ശാന്തിയും സമാധാനവും കൈവരുത്തുന്നു. മഴ പെയ്യ്ക്കാനും രോഗശമനത്തിനും വരെ സംഗീതത്തെ ഉപയോഗിക്കാമെന്ന് വിശ്വസിച്ചു വരുന്നു. സംഗീതം ദൈവീകമാണെന്നും സാരസ്വത വീണയിലെ സപ്തസ്വരങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനമെന്നും ഭാരതീയർ വിശ്വസിച്ചിരുന്നു. ശാസ്ത്രീയമായി ശ്രുതി, താളം, ഭാവം എന്നിവയാണ് സംഗീതത്തിന്റെ പ്രധാന ഘടകങ്ങൾ. സംഗീതോപകരണം ഉപയോഗിച്ചും വായ കൊണ്ടുമാണ് മനുഷ്യൻ സംഗീതം ആലപിക്കുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടക സംഗീതം എന്നീ രണ്ടു രീതിയിലാണ് ഭാരത സംഗീതത്തെ വിഭജിച്ചിട്ടുള്ളത്. പല രാജ്യങ്ങളിലെയും മനുഷ്യർ കൂടുതൽ ബന്ധപ്പെട്ടത് മൂലം സംഗീത രീതികളും കൂടിക്കലർന്നു. അത് പിന്നീട് ഫ്യൂഷൻ സംഗീതം എന്ന വിഭാഗമായും അറിയപ്പെട്ടു. കേവലം മനുഷ്യരിൽ മാത്രമല്ല, വൃക്ഷലതാദികളിലും പക്ഷി മൃഗാദികളിലുമെല്ലാം സംഗീതാസ്വാദനം നമുക്ക് കാണുവാൻ സാധിക്കും. സംഗീതത്തിന്റെ മാസ്മരിക ശക്തിയെയും പ്രഭാവത്തെയും കുറിച്ച് പറഞ്ഞറിയിക്കുവാൻ വാക്കുകളില്ല. സംഗീതം അത് അനന്തമാണ്. നന്ദി, നമസ്കാരം. ഗാനരൂപത്തിൽ അവതരിപ്പിക്കാവുന്ന ശബ്ദാലങ്കാരവും വൃത്താലങ്കാരവും അർത്ഥാലങ്കാരവും യോജിച്ചു നിൽക്കുന്ന ആശയാവിഷ്കാരമാണ് കവിത. രുചിക്കുംതോറും ആസ്വാദനം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് കവിതയുടെ മഹത്വം. ശ്രീ വിനോദ് പൂവക്കോടിന്റെ കാട്ടുപൂവ് എന്ന കവിതയുമായി എത്തുന്നു ആദി സനിൽ. ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയും മാത്രം പോലെ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ തുളസി ആയാലും അറിയാതെ പോയിരുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി
മാത്രം മതി എനിക്കുള്ള കാലം. ലളിത സംഗീതത്തിന്റെ ഈരടികളുമായി നമ്മെ ആനന്ദിപ്പിക്കുവാൻ എത്തുന്നു കൊച്ചു കലാകാരൻ സാരംഗ്. ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും, ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും, കൈരളി പാടുമീ മലയാള പഴമയിൽ കാണുവതേതൊരു ഭാവം, നീ തേടുവതേതൊരു ഗീതം. ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും, കഥകളിനാർത്തനമോദ്രകളിൽ ലാസ്യമനോഹര രൂപങ്ങളാൽ, കഥകളിനാർത്തനമോദ്രകളിൽ ലാസ്യമനോഹര രൂപങ്ങളായി, തമ്പുരു ശ്രുതി ചേർത്തു ഗാഥകൾ പാടുമീ കിളിമൊഴിയാണീ മലയാളം എന്നും കവിത തുളുമ്പുമീ മലയാളം. ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും, ചിത്രശീലാനൃത്തവേദികളിൽ ശ്രീലങ്കകളാടുന്നു താളങ്ങളായി, ചിത്രശീലാനൃത്തവേദികളിൽ ശ്രീലങ്കകളാടുന്നു താളങ്ങളായി, സ്വാതി തിരുനാളിൻ ഗീതങ്ങൾ പാടുമീ നിറതിങ്കളാണു നീ മലയാളം എന്നും പ്രണമിച്ചു നിൽക്കുമീ മലയാളം. നന്ദി. വായ്പാട്ടിന്റെ മനോഹരമായ പശ്ചാത്തലമൊരുക്കി അതിനെ ആസ്വാദ്യകരമാക്കി തീർക്കുന്നതിൽ സംഗീതോപകരണങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട്. ശ്രുതിമധുരമായ സംഗീതം പൊഴിക്കുന്ന ഒരു തന്ത്രിവാദ്യമാണ് വയലിൻ. വയലിൻ വാദനത്തിനായി ആരഭി രാജേഷ് എന്ന കൊച്ചു കലാകാരിയെ ക്ഷണിക്കുന്നു.
കുട്ടികളുടെ കലാപ്രകടനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നിവിടെ പരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് സംഘടിപ്പിച്ച ഈ പരിപാടി അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാനമായി കൃതജ്ഞതയർപ്പിക്കുന്നതിന് നമ്മുടെ വിദ്യാലയത്തിലെ സംഗീതാധ്യാപിക ശ്രീമതി ലക്ഷ്മി മോഹനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സംഗീത ദിനത്തോടനുബന്ധിച്ച് നാം ഇന്ന് സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ മാന്യ വ്യക്തികൾക്കും കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് എന്റെ ദൗത്യം. ആദ്യമായി ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വേദിയെ ധന്യമാക്കിയ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ബിജിപാൽ സാറിന് ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച ബഹുമാനിയായ നമ്മുടെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി പ്രസന്നകുമാരി ടീച്ചറിനും എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നീ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ നിഷാദ് സാറിനും സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ ടി.ആ. ഷാജി അവർക്കും സ്കൂൾ കോർഡിനേറ്റർ ശ്രീമതി ഉഷ ഷെണായ് ടീച്ചറിനും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ സംഗീത ദിനത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരുടെയും അനുവാദത്തോടെ ഇന്നത്തെ ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി, നമസ്കാരം.